നമസ്കാരം. ഇപ്പോൾ PLC യോഗ ചർച്ചകൾക്ക് ശേഷം തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മാക്സിമം 3 മാസം അതിൻ്റെ ഇടയ്ക്ക് റിപ്പോർട്ട് വാങ്ങി ആ റിപ്പോർട്ട് നടപ്പാക്കി. മനസ്സിലായി? അതൊരു സജഷൻ. രണ്ടാമത് അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊന്ന് പറഞ്ഞു, ഒരിടക്കാല ആശ്വാസം കൊടുത്തു. ആ ഇടക്കാല ആശ്വാസം കൊടുത്ത് നവംബർ 9 മുതൽ, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് 9 മുതൽ കണ്ടിന്യൂസായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കുക. ഈ തീരുമാനവും സ്വീകാര്യമല്ലാതെ വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. 500 രൂപയിൽ കുറഞ്ഞ് താഴോട്ട് പോകാൻ യൂണിയൻസ് തയ്യാറായി. ഒരു വലിയ വർധനവ്, ഒരു ഇത് കൊടുക്കാൻ, ഈ 500 രൂപ കൊടുക്കാൻ മാനേജ്മെൻറ്റും ഇല്ല. അവരും ചെറിയ ഒരു ഇതൊക്കെ വേണമെങ്കിലാവാമെന്നല്ല, അതിൻ്റെ അടുത്തൊന്നും അവരും എത്തുന്നില്ല. അവർ വ്യവസായം ആകെ തകർന്നു എന്ന് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടാണ് ഒരു യോജിപ്പിലെത്താൻ കഴിയാതെ വന്നത്. അല്ല, ഇനിയിപ്പോൾ സർക്കാർ ഒന്നും കൂടി ഇതൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടി വിളിക്കും. കാരണം ഞങ്ങൾക്ക് നിയമപരമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം അഡ്ജുഡിക്കേഷനിൽ വിടൂല. അത് വിട്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കുറേ കാലം കഴിയും തീരുമാനം ഉണ്ടാക്കാൻ. മനസ്സിലായി? ആ തീരുമാനം ഉണ്ടാക്കാൻ കാലതാമസം വരുന്നത് തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അഡ്ജുഡിക്കേഷന് തൽക്കാലം വിടുന്നില്ലല്ലോ. തൽക്കാലം വിടുന്നില്ല. വിജ്ഞാപനം പ്രായോഗികമല്ലെന്ന് പറയാൻ കാരണം 2006 മിനിമം വേജുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം തന്നെ കോടതി സ്റ്റേ ചെയ്തിട്ടേക്കുവാണ്. അന്നേരം ഒരു കൺസെൻസസ് ഇല്ലാതെ വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കില്ല. ഓൾറെഡി സ്റ്റേയ്ഡാണ്. അതുകൊണ്ടാണ് കൺസെൻസസ് വേണ്ടത്. അതുകൊണ്ട് വിജ്ഞാപനം സാധിക്കത്തില്ല, അഡ്ജുഡിക്കേഷന് വിടുക എന്നുള്ളതാണ്. അഡ്ജുഡിക്കേഷന് വിട്ടു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും തൊഴിലാളിക്ക് ഈ ആനുകൂല്യം കിട്ടത്തില്ല. അതുകൊണ്ട് അഡ്ജുഡിക്കേഷൻ വിടാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻറ്റ് കമ്മീഷൻ ടൈം ബൗണ്ടായിട്ട് വെക്കാൻ തീരുമാനിച്ചത്. അതിൽ ടാസ്ക് പോലും ഒന്നും ഇപ്പോൾ കൂട്ടുന്നില്ല. പ്രൊഡക്ടിവിറ്റി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെന്നുള്ള മാനേജ്മെൻറ്റ് ആവശ്യം പോലും തള്ളിക്കൊണ്ട് ഇടക്കാല ആശ്വാസം പ്രഖ്യാപിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അതും സ്വീകാര്യമല്ലാതെ വന്ന സ്ഥിതിക്ക് ഞങ്ങളിനി ആലോചിച്ചിട്ട്, മുഖ്യമന്ത്രിയായിട്ട് അടക്കം ആലോചിച്ചിട്ട് തുടർ നടപടികൾ എന്താണ് എന്നേ പറയാൻ സാധിക്കുന്നു. അല്ല, ഞങ്ങളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലോ, 4 ദിവസം ഫുള്ളായിട്ടിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. പല നിർദ്ദേശങ്ങളും വെച്ചു. പക്ഷേ മുൻപ് ഒരിക്കലും ഇല്ലാത്തതുപോലെ, മുൻകാലങ്ങളിലെ വർധനവും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. മുൻപ് ഒരിക്കലും ഇല്ലാത്തതുപോലെ എക്സ്ട്രീം സ്റ്റാൻഡിൽ നിന്ന് ഒരു നെഗോസിയേഷന് പോലും തയ്യാറാകാതെ, ഒരു ഭാഗത്ത് 500-ൽ നിന്ന് താഴോട്ട് വരാൻ ഒട്ടും തന്നെ തയ്യാറാകാതെ, മറുഭാഗത്ത് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ മുകളിലോട്ട് പോകാൻ, 500-ലോട്ട് പോകാൻ ഇവർക്കും സാധിക്കത്തില്ല. അങ്ങനെ ഡെഡ് ലോക്കാണ്. പക്ഷേ മുൻകാലങ്ങളിലെല്ലാം PLCയിൽ അങ്ങനെ ഒരു ഡിമാൻഡുകൾ വെച്ചെങ്കിലും 2 ഭാഗവും വിട്ടുവീഴ്ച ചെയ്താണ് ഒരു സമവായത്തിലെത്തുന്നത്. പക്ഷേ ഇതിൽ ആ സമവായം എല്യൂഡഡ് ആകുന്നു. 2 എക്സ്ട്രീം പൊസിഷനിൽ നിൽക്കുകയാണ്. അല്ലല്ല, ഞങ്ങളിപ്പോൾ തോട്ടം മേഖലയുടെ ഇതിൻ്റെ മുതലാളിമാരുടെ സമീപനത്തിനോട് യോജിക്കുന്നതല്ല. റീസണബിൾ ഇൻക്രീസ് വേണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് അഭിപ്രായം. പക്ഷേ ഒരു നെഗോസിയേഷൻ പോയിന്റ് അതിൽ ഇല്ലാതെ പോകുന്നു. അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു സമീപനം വേണമല്ലോ. പക്ഷേ അതില്ല. ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം 500 രൂപ എന്നുള്ള ഫിഗറും മാനേജ്മെൻറ്റ് അല്ല, അവർ ഇൻ്ററിം റിലീഫ് എന്നുള്ളതേ തള്ളി. അത് അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ തുകയിലേക്ക് പോയിട്ട് യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, ആ കാര്യം ആലോചിക്കാം. അത് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ? എന്താണെന്നല്ലോ. അല്ല, തെരഞ്ഞെടുപ്പ് ഇതിന് തടസ്സമല്ല. ഒരു ദിവസമെങ്കിലും നേരത്തെ തൊഴിലാളികളെ സമരം അവസാനിപ്പിക്കണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. അതല്ലെങ്കിൽ അവർ വലിയ കഷ്ടപ്പാടും പ്രയാസത്തിലേക്കും. അതിനുള്ള ശ്രമം ഇനിയും നടത്തും. മനസ്സിലായോ? അല്ലാതെ നവംബർ വരെ എന്നുള്ളത് ഞങ്ങൾ മറ്റു കണ്ടീഷനാണ്. അത് ഇൻ്റർ റിലീഫ് കൊടുത്തുകൊണ്ടുള്ളതാണ്. ഒരു ഇടക്കാല ആശ്വാസം തൊഴിലാളിക്ക് കൊടുത്തുകൊണ്ട്
നവംബർ മുതൽ എന്നാണ് പറഞ്ഞത്. അത് ഇടക്കാല ആശ്വാസം ഇല്ലല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഇത് നടത്തിയില്ലേ? ഇനി ഇതിന് ആലോചിക്കുക. ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ? തീരാനുള്ള മാർഗം എന്താണ് അതൊക്കെ ആലോചിക്കുക. എന്ത് പാക്കേജ്? അല്ല, അതിപ്പോൾ കൂലിയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലല്ലോ. അത് പ്ലാന്റേഷൻ സ്റ്റഡി കമ്മിറ്റി 2010 തന്ന ശുപാർശയും അതിനുശേഷം കൺസെൻസസിലായ കാര്യങ്ങളുമാണ്. അതിപ്പോൾ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. അത് അതിനുശേഷം ഗവൺമെൻറ് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അത് ലോങ് ടേം ഡിമാൻഡ്സ് ആണ്. അത് ഈ കൂലി വർധനവുമായിട്ട് അത് ബന്ധപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുമാത്രമല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മുതലാളിമാരും യൂണിയൻ പ്രതിനിധികളും കൂടിയ കമ്മിറ്റിയാണ്. അവർ സമർപ്പിച്ച ഐക്യകണ്ഠേനുള്ള റിപ്പോർട്ടാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അതിപ്പോൾ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതും ഇതായിട്ട് ബന്ധമല്ല. അല്ല, മുഖ്യമന്ത്രി ഇടപെട്ടാൽ തീരും എന്നുള്ളൊരു ഘട്ടമാണെങ്കിൽ മുഖ്യമന്ത്രിനെ വിളിക്കുമായിരുന്നു. അത് നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡ് വന്നതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രിനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യമുണ്ടോ? ഇതിൽ നിന്ന് വ്യത്യാസമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യമില്ലല്ലോ. ശരി ശരി, റൈറ്റ്. ഇത് തീർക്കാൻ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ഇതെങ്ങനെ തീർക്കാൻ ഒക്കും എന്നുള്ളതിനെ കുറിച്ച് ബാക്കി എല്ലാ സാധ്യതകളും ഇനിയും തുടർന്നും ആരായുന്നതായിരിക്കും. ഇല്ല, തിരുവനന്തപുരത്ത് ചേർന്ന നിർണായകമായ PLC യോഗവും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇടക്കാല ആശ്വാസം നൽകാമെന്ന തോട്ടമുടമകളുടെ നിർദ്ദേശം ട്രേഡ് യൂണിയനുകൾ തള്ളി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി ആര്യാടൻ മുഹമ്മദ്. അതോടൊപ്പം തന്നെ മന്ത്രി ഷിബു ബേബി ജോൺ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും നിയമപരമായ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കിയുണ്ടായി. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് കൂടുതൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുമെന്നും ട്രേഡ് യൂണിയനുകളും തൊഴിലാളി സംഘടനകളും ഒരു ഒത്തുതീർപ്പ് സമവായത്തിലേക്ക് ഉടൻ എത്തേണ്ടതുണ്ടെന്നും അവർ വ്യക്തമാക്കിയുണ്ടായി. വെള്ളാപ്പള്ളി നടേശനും BJP നേതാവ് N രാധാകൃഷ്ണനും കണിച്ചുകുളങ്ങരയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, പുതിയ സാഹചര്യത്തിൽ ഏറെ നിർണായകം തന്നെയാണ് കൂടിക്കാഴ്ച. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, അല്പസമയം മുൻപാണ് BJP സംസ്ഥാന സെക്രട്ടറി N രാധാകൃഷ്ണൻ കണിച്ചുകുളങ്ങരയിൽ എത്തിയത്. വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ചയ്ക്കായിട്ടാണ് അദ്ദേഹം എത്തിയത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒട്ടനവധി മാനദണ്ഡങ്ങൾ ഇന്നുണ്ടെങ്കിൽ പോലും ചർച്ച കഴിഞ്ഞ് ഇരുവരും പുറത്തെത്തിയിട്ടില്ല. മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അടച്ചിട്ട മുറിയിലാണ് ഏകദേശം അരമണിക്കൂറായിട്ട് ചർച്ച നടക്കുന്നത്. നമുക്കറിയാം, BJP അത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ SNDP നീക്കം. ഇത്തരം സാഹചര്യങ്ങളിൽ BJPയിൽ തന്നെ ഒരു വിഭാഗം ഇതിനെ എതിർത്തും രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ ആ എതിർത്ത വിഭാഗത്തിന്റെ നേരെ മറുവിഭാഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗം SNDPയുമായി അടുത്ത് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ ഇരുകൂട്ടരും അറിയിച്ചിരിക്കുന്നത്. സുരേഷ്, SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ BJP സെക്രട്ടറി N രാധാകൃഷ്ണനുമായി കണിച്ചുകുളങ്ങരയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്. SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് മറവിൽ വെള്ളാപ്പള്ളി നടത്തിയ കോടികളുടെ അഴിമതിയുടെ രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നും 2% പലിശക്കെടുക്കുന്ന തുക വെള്ളാപ്പള്ളി നിർധനർക്ക് നൽകുന്നത് 14% പലിശയ്ക്കെന്ന് രേഖകൾ. മൈക്രോ ഫിനാൻസ് പദ്ധതി പ്രകാരം SNDP യോഗത്തിന് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് അനുവദിച്ച 5 കോടി രൂപയാണ് വെള്ളാപ്പള്ളി നടേശൻ തിരിമറി നടത്തിയത്. 14 ജില്ലകളിലായി 250 സ്വയം സഹായ സംഘങ്ങൾക്ക് പണം നൽകാനായിരുന്നു തീരുമാനം. 3900 പേരായിരുന്നു ഗുണഭോക്താക്കൾ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് 2% പലിശയ്ക്കാണ് 5 കോടി രൂപ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത്. ഇത് സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകേണ്ടത് 5% പലിശയ്ക്കും. എന്നാൽ സംഘങ്ങൾക്ക് പണം അനുവദിച്ചിരിക്കുന്നത് 12 മുതൽ 14 വരെ ശതമാനം പലിശയ്ക്കാണെന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പകുതിയിലധികം സംഘങ്ങളുടെ വ്യക്തമായ വിവരങ്ങളും ലഭ്യമല്ല. മാത്രമല്ല, ഉള്ള സംഘങ്ങൾക്കാകട്ടെ അനുവദിച്ചതിൽ പകുതി തുക മാത്രമാണ് നൽകിയിട്ടുമുള്ളൂ. പാലക്കാട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് പണം നൽകിയ സംഘങ്ങളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും SNDP യൂണിയൻ നൽകിയിട്ടുമില്ല. റിപ്പോർട്ട് നൽകാൻ കൂടുതൽ സമയം വേണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. വിവിധ ജില്ലകളിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ പല സംഘങ്ങളും വ്യാജമാണെന്നും വ്യക്തമായിട്ടുണ്ട്. വായ്പ എടുത്തുവെന്ന് SNDP യൂണിയനിൽ രേഖകളുള്ള പല സംഘങ്ങളും ഇക്കാര്യം അറിയുന്നത് തന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി എത്തിയപ്പോഴാണ് എന്നതും ശ്രദ്ധേയം. സാധാരണക്കാരായ യോഗം അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി കോടികൾ തിരിമറി നടത്തി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.
2003 മുതൽ 2009 വരെ 10 കോടി രൂപ കോർപ്പറേഷൻ നൽകിയതിലും ക്രമക്കേട് നടത്തിയതായാണ് സൂചന. KG ദിനകർ, തിരുവനന്തപുരം. ദാദ്രി സംഭവത്തിൽ രാഷ്ട്രപതിയുടെ പ്രതികരണം. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സഹിഷ്ണുതയും ബഹുസ്വരതയും സംരക്ഷിക്കണമെന്നും രാഷ്ട്രപതി പ്രണബ് മുഖർജി ആവശ്യപ്പെട്ടു. ദാദ്രി കൊലപാതകത്തിലടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ച് ലളിതകലാ അക്കാദമി ചെയർമാൻ അശോക് വാജ്പേയിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകി. അതേസമയം ദാദ്രി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് വിശദീകരണം നൽകി. എന്നാൽ തന്റെ കുടുംബത്തിന്റെ ദുരന്തത്തിൽ ചിലർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും തങ്ങൾക്ക് നീതിയാണ് ലഭിക്കേണ്ടതെന്നും കൊല്ലപ്പെട്ട മുഹമ്മദിന്റെ മകൻ വ്യക്തമാക്കി. ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് UP-യിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് എഴുത്തുകാരി നയൻതാര സഹ്ഗാൾ സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകിയതിന് പിന്നാലെയാണ് ലളിതകലാ അക്കാദമി ചെയർമാൻ അശോക് വാജ്പേയിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകിയത്. സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനകളെയും പ്രധാനമന്ത്രിയുടെ മൗനത്തെയും രൂക്ഷമായി വിമർശിച്ചാണ് അശോക് വാജ്പേയി പുരസ്കാരം തിരികെ നൽകിയത്. ന്യൂനപക്ഷങ്ങൾക്കും എഴുത്തുകാർക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രതിഷേധാർഹമെന്നും അശോക് വാജ്പേയി പ്രതികരിച്ചു. അതേസമയം ദാദ്രിയിലെ സംഭവത്തിൽ UP സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ വിശദീകരണം നൽകാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് മെഹ്റിനി പ്രധാനമന്ത്രിയെ കണ്ടു. എന്നാൽ പതിവ് കൂടിക്കാഴ്ച മാത്രമാണ് നടന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം. അതേസമയം ദാദ്രിയിൽ രാഷ്ട്രീയക്കാർ പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണെന്ന് ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ ഗ്രാമീണർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാംസനിരോധനവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി കേരളവർമ്മ കോളേജ് അധ്യാപിക ദീപ നിശാന്ത്. രാജ്യമെമ്പാടും നടക്കുന്ന ബീഫ് നിരോധനത്തെക്കുറിച്ചായിരുന്നു തന്റെ പ്രതികരണമെന്നും ഒരു വിഭാഗം ആളുകൾ പോസ്റ്റ് വളച്ചൊടിച്ചുവെന്നും ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദവുമായി ബന്ധപ്പെട്ട് അധ്യാപിക പ്രിൻസിപ്പലിന് വിശദീകരണം നൽകി. മാംസാഹാര നിരോധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നതായാണ് അധ്യാപിക ദീപ നിശാന്ത് വ്യക്തമാക്കിയത്. കേരളവർമ്മ കോളേജിൽ നടത്തിയ ബീഫ് ഫെസ്റ്റിനെ കുറിച്ചായിരുന്നില്ല, രാജ്യമെമ്പാടും നടക്കുന്ന ബീഫ് നിരോധനത്തെക്കുറിച്ചായിരുന്നു തന്റെ പ്രതികരണം. ഒരു വിഭാഗം ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് വളച്ചൊടിച്ചുവെന്നും കോളേജിലെ വിദ്യാർത്ഥികൾക്ക് തന്നെ മനസ്സിലാക്കാനാവുമെന്നും ദീപ പ്രതികരിച്ചു. അതിനെക്കുറിച്ചിട്ട് എനിക്ക് ആ പോസ്റ്റ് ഇട്ടതിലൊരു അത് ഞാൻ ഇട്ടതൊക്കെ ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. കേരളവർമ്മയിലത്തെ കുട്ടികൾ അത് പറയട്ടെ, നിങ്ങളല്ലല്ലോ അങ്ങനെ വളച്ചൊടിക്കും. മാധ്യമങ്ങൾക്ക് പലതും പറയല്ലോ. കേരളവർമ്മയിലത്തെ കുട്ടികൾ ഇതുവരെയുള്ള ദീപ ടീച്ചർ എന്തായിരുന്നു എന്നുള്ള ഇവിടുത്തെ കുട്ടികൾക്ക് അറിയാം. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അധികൃതർ ആവശ്യപ്പെട്ടത് പ്രകാരം പരസ്യ പ്രതികരണത്തിൽ ദീപ നിശാന്ത് കോളേജ് പ്രിൻസിപ്പലിന് വിശദീകരണം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൈമാറി. അതേസമയം അധ്യാപികയ്ക്കെതിരെ നടപടിക്ക് നീക്കം നടക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. കേരളവർമ്മ കോളേജിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമത്തിനെതിരെ നാളെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപക സംഘടനകളും ക്യാമ്പസിൽ മതനിരപേക്ഷ സംഗമം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉത്തരേന്ത്യൻ ശൈലിയിൽ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാർ പദ്ധതിയുടെ ഭാഗമാണ് തൃശൂർ കേരളവർമ്മ കോളേജിലെ സംഭവങ്ങളെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ദാദ്രിയിൽ തുടക്കമിട്ട വർഗീയ സംഘർഷങ്ങൾ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സംഘപരിവാർ ആസൂത്രിതമായി ശ്രമിക്കുന്നുണ്ട്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾ എന്താഹാരം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വർഗീയവാദികൾ അല്ലെന്നും പിണറായി വിജയൻ പറയുന്നു. കേരളം വർഗീയ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റാനുള്ള ഏത് നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള മുന്നേറ്റം ഉണ്ടാക്കണമെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJP-യിൽ തർക്കം മുറുകുന്നു. മേയർ സ്ഥാനാർത്ഥിയായി ഈഴവ സമുദായത്തിൽ നിന്നുള്ള വ്യക്തി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അതേസമയം 30 സീറ്റ് വേണമെന്ന ആവശ്യവുമായി SNDP രംഗത്തെത്തിയത് തർക്കം മൂർച്ഛിക്കാൻ ഇടയാക്കി.